ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ടൈം എക്സാം അഥവാ ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നാളെ നിങ്ങൾക്ക് ഇതുപോലൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെതായ മോഡൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് നാളെ വരിക. അപ്പോൾ ഈ മാതൃക നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ കൂട്ടുകാരെ നൽകിയിട്ടുള്ളത്? ലിസൺ ആൻഡ് ആൻസർ എന്നുള്ളതാണല്ലേ. അപ്പോൾ യുവർ ടീച്ചർ വിൽ ടെൽ യു എ സ്റ്റോറി, ലിസൺ കെയർഫുള്ളി, ദെൻ റീഡ് ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദം. എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു തരും. അത് ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഈ ചോദ്യങ്ങൾ തന്നെയല്ല, നമുക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് മറ്റൊരു സ്റ്റോറി ആവും ടീച്ചർ തരിക. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആവും നാളെ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കണ്ട, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആക്ടിവിറ്റി 2 റീഡ് ആൻഡ് റൈറ്റ് എന്നുള്ളതാണല്ലേ. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ, താഴെ തന്നിട്ടുള്ള സ്റ്റോറി വായിച്ചു നോക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ദിൽന ആൻഡ് ഐസക് വർ പ്ലേയിങ് ഔട്ട്സൈഡ് ഹാപ്പിലി. എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? യെസ്, ദിൽനയും ഐസക്കും എവിടെ നിന്ന് കളിക്കുകയായിരുന്നു? പുറത്തല്ലേ. പുറത്ത് എന്താണ്? വീടിന്റെ പുറത്ത് വശത്തല്ലേ. ഔട്ട്സൈഡ് ഹാപ്പിലി, അവർ സന്തോഷത്തോടു കൂടി കളിക്കുകയായിരുന്നു. സഡൻലി ദിൽന സ്റ്റോപ്പ്ഡ്. പെട്ടെന്ന് അവൾ എന്താണ്, ദിൽന നിന്നു അല്ലേ, സ്റ്റോപ്പായി. ഓ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ്, ദിൽന ഷൗട്ടഡ്. ഓ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ്. എൻ്റെ സ്ലിപ്പേഴ്സിലൊന്ന്, ചെരുപ്പുകളിലൊന്ന് നഷ്ടപ്പെട്ടു. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടപ്പെടുക. ഓക്കെ, ലോസ്റ്റ് എന്താണ്? നഷ്ടപ്പെട്ടു. അപ്പൊ ദിൽന ഉറക്കെ പറയാണല്ലേ, ഷൗട്ടഡ്. ദിൽന ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ പറഞ്ഞു. ദ ടു ലുക്ക്ഡ് അണ്ടർ ദ ബെഞ്ച് നിയർ ദ സ്വിംഗ് എവരിവർ നോ സ്ലിപ്പർ. അവരെവിടേക്കാ നോക്കിയത്? അണ്ടർ ദ ബെഞ്ച്, ബെഞ്ചിന് താഴെ നോക്കി. നിയർ ദ സ്വിംഗ് ആൻഡ് എവരിവെയർ, എല്ലായിടത്തും നോക്കി. നോ സ്ലിപ്പർ, അവിടെ എന്താണ്? സ്ലിപ്പർ ഉണ്ടായിരുന്നില്ലല്ലേ. സഡൻലി ദ ഹെഡ് വൂഫ്, ഇറ്റ് വാസ് നെയ്ബേഴ്സ് പപ്പി. അത് ആരായിരുന്നു കൂട്ടുകാരുടെ സൗണ്ട് കേട്ടല്ലോ അവര്? വൂഫ് എന്നൊരു സൗണ്ട് കേട്ടു അല്ലേ. ഇറ്റ് വാസ് നെയ്ബേഴ്സ് പപ്പി. അത് ആരുടെ പപ്പിയായിരുന്നു? നെയ്ബേഴ്സിന്റെ അയൽവാസികൾ അല്ലേ, അയൽക്കാരുടെ പപ്പിയായിരുന്നു. ഇറ്റ് ഹാഡ് എ സ്ലിപ്പർ ഇൻ ഇറ്റ്സ് മൗത്ത്. അതിന്റെ വായിൽ എന്തുണ്ടായിരുന്നു കൂട്ടുകാരി? സ്ലിപ്പർ അല്ലേ, ചെരുപ്പ് ഉണ്ടായിരുന്നു. കം ഹിയർ പപ്പി സെഡ് ഐസക്. ഐസക് എന്താ പറഞ്ഞത്? കം ഹിയർ പപ്പി, ഇങ്ങോട്ട് വരൂ പപ്പി എന്ന് വിളിക്കുകയാണല്ലേ. ദ പപ്പി റാൻ ടു ദം, ഇറ്റ് ഡ്രോപ്ഡ് ദ സ്ലിപ്പർ ഡൗൺ. എന്ത് ചെയ്യാണ് പപ്പി? സ്ലിപ്പർ അവിടെ താഴെ ഇട്ട് കൊടുക്കുകയാണല്ലേ. സില്ലി പപ്പി സെഡ് ദിൽന. അപ്പൊ ദിൽന എന്താ കൂട്ടുകാരെ പറയുന്നത്? സില്ലി പപ്പി എന്ന് പറയുകയാണല്ലേ. ദ ഗാവ് ഇറ്റ് എ ബിസ്കുട്ട്. അവരെന്താ അവർ കൊടുത്തത്? ഒരു ബിസ്കൂട്ട് കൊടുത്തു അല്ലേ. ബിസ്കുട്ട് എന്താണ്? നമ്മുടെ ബിസ്ക്കറ്റ് അല്ലേ. ദ പപ്പി വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ. അപ്പൊ പപ്പി എന്താ കൂട്ടുകാരെ ചെയ്തത്? അതിന്റെ ടെയിൽ ഇങ്ങനെ ഇളക്കി. വാഗ്ഡ് മീൻസ് ടെയിൽ ഇളക്കി അല്ലേ. നമ്മൾ 2ാം ക്ലാസ്സിലൊക്കെ വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ദെൻ ഈഫ് റൺ ഓഫ് അഗെയിൻ. അത് വീണ്ടും എന്താണ്? ഓടാൻ തുടങ്ങിയല്ലേ. വേർ ഇസ് ഇറ്റ് ഗോയിങ് നൗ ആസ്ക്ഡ് ഐസക്. അപ്പൊ ഐസക് ചോദിക്കുകയാണ്, വേർ ഇസ് ഇറ്റ് ഗോയിങ് നൗ, അതിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ദ ഫോളോഡ് പപ്പി. അവരെന്ത് ചെയ്യാണ്? പപ്പീനെ ഫോളോ ചെയ്യാണ്. ഇറ്റ് സ്റ്റോപ്പ് നിയർ എ ബുഷ് ഇൻസൈഡ് ദേ സോ ഐസക് ടോയ് കാർ. അത് എവിടെയാ നിന്നത്? ഒരു ബുഷിന്റെ അടുത്തല്ലേ, കുറ്റിച്ചെടിയുടെ അടുത്ത് നിന്നു. ഇൻസൈഡ് ദേ സോ ഐസക് ടോയ്സ് കാർ. അപ്പൊ അതിനുള്ളിലായിട്ട് അവർ എന്ത് കണ്ടു? ദേ സോ എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? കണ്ടു. സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്? കാണുക അല്ലേ. അപ്പൊ ആ സിയുടെ പാസ്റ്റ് ഫോമാണ് എന്ത്? സോ എന്ന് പറയുന്നത്. അപ്പൊ ഐസക് അവന്റെ ടോയ് കാർ അവിടെ കണ്ടു അല്ലേ. മൈ റെഡ് കാർ ലോസ്റ്റ് ഇറ്റ്സ് ലാസ്റ്റ് വീക്ക് സെഡ് ഐസക്. അപ്പൊ ഐസക് പറയാണ്, എന്റെ റെഡ് കാർ അല്ലേ, ലാസ്റ്റ് വീക്ക് എനിക്കത് നഷ്ടപ്പെട്ടു പോയിരുന്നു. സെഡ് ഐസക്. ദ പപ്പി ഫൗണ്ട് ദാറ്റ് ടു സാഡ് ദിൽന. അപ്പൊ ദിൽന പറയാണ്, പപ്പി അതും കണ്ടുപിടിച്ച് തന്നു എന്ന് പറയാണ്. മം കെയിം ഔട്ട് സൈഡ്. അപ്പൊ അമ്മ എന്താണ്? പുറത്തേക്ക് വന്നു അല്ലേ. കെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? വന്നു. കെയിം എന്താണ്? വന്നു. കമ്മ് നമുക്കറിയാം എന്താ? വരികയല്ലേ. അപ്പൊ ഈ കമ്മിന്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? കെയിം. കെയിം എന്താണ്? വന്നു. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻ, എന്ത് സംഭവിച്ചു? അപ്പൊ എന്താ പറയുന്നത് ദിൽന? ഐ ഫൗണ്ട് ഔട്ട് മൈ സ്ലിപ്പർ സെഡ് ദിൽന. എനിക്ക് എന്റെ സ്ലിപ്പർ കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുകയാണല്ലേ. ആൻഡ് മൈ ടോയ് കാർ ടു സെഡ് ഐസക്. അപ്പൊ ഐസക് എന്താ പറയണത്? എനിക്ക് എന്റെ ടോയ് കാറും അല്ലേ. അപ്പൊ എന്താണ്? നല്ല രസകരമായൊരു സ്റ്റോറിയുടെ ഒരു ഭാഗമാണല്ലേ നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. ദിൽന ഐസക്കിനെ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം ഓരോ ചോദ്യങ്ങളായി നമുക്ക് നോക്കാം. ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ് ഹൂ ഷൗട്ടഡ് സോ. എൻ്റെ സ്ലിപ്പേഴ്സിലൊന്ന് നഷ്ടപ്പെട്ടു. ഹൂ ഷൗട്ടഡ് സോ, അങ്ങനെ പറഞ്ഞത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് കൂട്ടുകാരെ അങ്ങനെ പറഞ്ഞത്? അതെ, ദിൽനയാണല്ലേ. ആൻസർ എന്താണ്? ദിൽന. ഓക്കെ, ആൻസർ എന്താണ്? ദിൽന. ദെൻ വാട്ട് ഡിഡ് ദ പപ്പി ഹാവ് ഇൻ ഇറ്റ്സ് മൗത്ത്. പപ്പിയുടെ വായിൽ എന്തായിരുന്നു കൂട്ടുകാരെ? എന്താ വായിൽ ഉണ്ടായിരുന്നത്? അതെ, സ്ലിപ്പർ ആണല്ലേ. എന്താണ്? സ്ലിപ്പർ അല്ലേ, ചെരുപ്പല്ലേ. ഓക്കെ, സ്ലിപ്പർ. ആൻസർ എന്താണ്? സ്ലിപ്പർ. ദെൻ ദിൽന ആൻഡ് ഐസക് ഗേവ് ദ പപ്പി അറ്റ്. എന്താണ് അവർ കൊടുത്തത് പപ്പിക്ക്?
എന്താ കൊടുത്തത്? ബിസ്കൂട്ട് ആയിരുന്നില്ല. അപ്പം ആൻസർ എന്താണ്? ബിസ്കൂട്ട്. ഓക്കെ, ദെൻ ഐസക് ടോയ് കാർ ഈസ് ഡാഷ് ഇൻ കളർ. ഏത് നിറമായിരുന്നു ഐസക്കിന്റെ ടോയ് കാറിന്? റെഡ് കളർ അല്ലേ കൂട്ടുകാരെ? അപ്പം ആൻസർ എന്താണ്? റെഡ്. Then pick out the word from the story that means young one of a dog. young one of a dog എന്ന മീനിങ്, അതായത് ഡോഗിന്റെ കുട്ടി അല്ലേ? ഡോഗിന്റെ കുട്ടി എന്ന അർത്ഥം വരുന്ന വേർഡ് ഇതിൽ ഏതാണ്? അതായത് നമുക്കറിയാം ഏതാ കൂട്ടുകാരെ? പപ്പി അല്ലേ? ഏതാണ്? പപ്പി. ഓക്കെ, ആൻസർ എന്താണ്? പപ്പി. ദെൻ ആക്ടിവിറ്റി 3 കോൺവെർസേഷൻ ആണല്ലേ. ഡ്യൂറിങ് സമ്മർ വെക്കേഷൻ ദിൽന വെന്റ് ടു ഹെർ ഗ്രാൻഡ് മാസ് ഹൗസ്. സമ്മർ വെക്കേഷന്റെ സമയത്ത് ദിൽന എങ്ങോട്ടേക്ക് പോയി? വെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഗോ എന്ന് പറഞ്ഞാൽ എന്താ? പോവുക. അതിന്റെ പാസ്റ്റ് ഫോം ആണ് എന്ത്? വെന്റ്. ഓക്കെ, അപ്പൊ ദിൽന അവളുടെ ഗ്രാൻഡ് മദറിന്റെ വീട്ടിലേക്ക് പോയി. ഗ്രാൻഡ് മോ വാംലി വെൽക്കംഡ് ഹെർ. ഷീ മേഡ് പായസം ഫോർ ദിൽന. അപ്പൊ ദിൽനയ്ക്ക് വേണ്ടിയിട്ട് ഗ്രാൻഡ് എന്താ കൂട്ടുകാരെ ഉണ്ടാക്കി കൊടുത്തത്? പായസമാണല്ലേ. അപ്പൊ ഗ്രാൻഡ് പറയാണ്, ദിൽന കം ഡിയർ. ദിൽന ഇസ് ദ എനിത്തിങ് സ്പെഷ്യൽ ഗ്രാൻഡ് മാ. അപ്പം ദിൽന ചോദിക്കുകയാണ്, ഗ്രാൻഡ് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ ചോദിക്കുകയാണ് അല്ലേ. നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ? നിങ്ങളുടെ ഗ്രാൻഡ് അടുത്തേക്ക് പോകുമ്പോൾ ചോദിക്കുമല്ലോ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ മുത്തശ്ശി ഇത് ചോദിക്കില്ലേ? ഓ യെസ്, അതുപോലെ നമ്മുടെ ദിൽനയും ചോദിക്കുകയാണ്. അപ്പം ഗ്രാൻഡ് പറയാണ് യെസ്. അപ്പം എന്തായിരിക്കും കൂട്ടുകാരെ ഗ്രാൻഡ് പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം എന്തായിരിക്കും. അപ്പം എന്താ ഗ്രാൻഡ് പറയുന്നത്? യെസ്, ഐ മെയ്ഡ് യുവർ ഫേവറേറ്റ് പായസം. ദെൻ ദിൽന പറയാണ്, യു നോ ഐ ലൈക്ക് പായസം. നിങ്ങൾക്ക് അറിയാലേ എനിക്കിഷ്ടം പായസമാണെന്നല്ലേ. പായസമാണ്, യു നോ, നിങ്ങൾക്കറിയാം. അപ്പം ഗ്രാൻഡ് എന്താ പറയുന്നത്? ഹാവ് ഇറ്റ് മൈ ഡിയർ ആൻഡ് ടെൽ മീ ഹൗ ഇറ്റ് ടേസ്റ്റ്. എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ ചോദിക്കുകയാണല്ലേ. അപ്പം എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, അപ്പം ദിൽന പറയാണ്, ഇറ്റ്സ് സോ യമ്മി ഗ്രാൻഡ്മ. ഇറ്റ്സ് സോ യമ്മി ഗ്രാൻഡ്മ എന്ന് പറയില്ല. അപ്പം ഗ്രാൻഡ്മ പറയാണ്, ഐ വിൽ മേക്ക് ഓൺലി ദ ബെസ്റ്റ് ഓഫ് ഫോർ മൈ ലിറ്റിൽ പ്രിൻസസ്. അപ്പം ദിൽന എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? വിൽ യു എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പം അവിടെ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? ഇനിയും ഇതുപോലെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കും അല്ലേ. വിൽ യു മേക്ക് ഇറ്റ് അഗെയിൻ ടുമാറോ. നാളെ എനിക്കിത് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പം ഗ്രാൻഡ്മ എന്താവും പറയാ? ഓഫ് കോഴ്സ് മൈ ഡിയർ, എനിത്തിങ് ഫോർ യു. തീർച്ചയായും നിനക്ക് വേണ്ടി ഞാൻ എന്ത് ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണല്ലേ. അപ്പം ദിൽന പറയാണ്, താങ്ക് യു ഗ്രാൻഡ്മ, ഐ ലവ് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡയറി എൻട്രി ആണല്ലേ. ദിൽന വെൻ ടു സീ ദ വില്ലേജ് സൈറ്റ്സ് വിത്ത് ഹെർ ഗ്രാൻഡ്മ. ദിൽന എന്താണ്? അവളുടെ ഗ്രാൻഡ്മയോടൊപ്പം വില്ലേജ് സൈറ്റിലെ, വില്ലേജ് സൈറ്റ്സ് എന്ന് പറയുന്നത് ഗ്രാമ കാഴ്ചകൾ അല്ലേ. അപ്പോൾ ആ കാഴ്ചകൾ കാണാൻ വേണ്ടി ഗ്രാൻഡ്മയോടൊപ്പം പോവുകയാണ്. ഗ്രാൻഡ്മ ടുക്ക് ഹെർ നിയർ ബൈ പാഡി ഫീൽഡ്സ്, പോണ്ട് ആൻഡ് ഹിൽസ്. ഷീ എൻജോയ്ഡ് ദി ബ്യൂട്ടി ഓഫ് ദ വില്ലേജ്. ഇൻ ദ നൈറ്റ് ഗ്രാൻഡ്മ ടോൾഡ് ഹെർ മെനി സ്റ്റോറീസ്. ആ രാത്രി ഗ്രാൻഡ്മ അവൾക്ക് ഒരുപാട് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുത്തല്ലേ. Dilna reached back home after spending holidays with grandma. She was very much thrilled. She started writing her experience in diary. അപ്പോൾ ദിൽന എന്താണ്? അവളുടെ അവിടെ ഗ്രാമത്തിൽ വെച്ചുണ്ടായ അനുഭവങ്ങളൊക്കെ ഒരു ഡയറിയിൽ എഴുതുകയാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയായിരിക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൂട്ടുകാരെ? ഒരു കോർണറിലായിട്ട് ഡേറ്റ് എഴുതാം അല്ലേ. ദെൻ ഡിയർ ഡയറി. ദെൻ ഐ ഹാഡ് എ വണ്ടർഫുൾ ടൈം അറ്റ് ഗ്രാൻഡ്മാസ് ഹൗസ് ഡ്യൂറിങ് മൈ ഹോളിഡേയ്സ് എന്ന് എഴുതാം അല്ലേ. ഗ്രാൻഡ്മയോടൊപ്പമുള്ള എൻ്റെ അവധി ദിവസങ്ങൾ വളരെ അത്ഭുതകരമായിരുന്നു. ഷീ വെൽക്കംഡ് മീ വാംലി ആൻഡ് മെയ്ഡ് സ്പെഷ്യൽ പായസം ഫോർ മീ. ഗ്രാൻഡ്മ എന്താണ്? എന്നെ വെൽക്കം ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പായസമൊക്കെ ഉണ്ടാക്കി തന്നു. ഇറ്റ് വാസ് വെരി ടേസ്റ്റി ആൻഡ് സ്വീറ്റ്. അത് വളരെ ടേസ്റ്റിയും സ്വീറ്റുമായിരുന്നു. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ദെൻ ഗ്രാൻഡ്മ ടുക്ക് മീ ടു സീ ദ പാഡി ഫീൽഡ്സ്. ഗ്രാൻഡ്മ എന്താണ്? എന്നെ ഫീൽഡ്സ് കാണുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പാഡി ഫീൽഡ്സ് കാണിക്കാൻ കൊണ്ടുപോയി അല്ലേ. ദെൻ പോണ്ട് ആൻഡ് ഹിൽസ്. ഐ എൻജോയ്ഡ് വാച്ചിങ് ദ ഡക്സ് ആൻഡ് ഫിഷസ് ഇൻ ദ പോണ്ട്. Then എന്ത് എഴുതാം? The village was very beautiful and peaceful. At night, grandma told me many interesting stories. ദിവസം രാത്രി ഗ്രാൻഡ്മ എനിക്ക് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തന്നു. I will never forget this happy days with my grandma. ഞാൻ ഒരിക്കലും എൻ്റെ മുത്തശ്ശിയോടൊപ്പമുള്ള ഈ ദിനങ്ങൾ മറക്കില്ല. ദിൽന. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂട്ടുകാരെ? ഒരു ഡയറി എൻട്രി തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോട്ടീസ് നോക്കാമല്ലേ. നോട്ടീസാണ് നെക്സ്റ്റ് നമുക്കുള്ളത്. ദ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ. സ്കൂൾ എന്താണ്? ഒരു ബുക്ക് ഫെയർ കണ്ടക്ട് ചെയ്യാണ്. ദ ഇൻവൈറ്റഡ് ദ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. അവരെന്താണ്? മുനിസിപ്പൽ പേഴ്സണെ ഇനാഗുറേറ്റ് ചെയ്യാണ് അല്ലേ. ഫംഗ്ഷൻ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്.
ദിൽന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹാവ് ടു പ്രിപ്പയർ നോട്ടീസ്. ദിൽനയും അവളുടെ ഫ്രണ്ട്സും കൂടി എന്താ ചെയ്യാണ്, നോട്ടീസ് പ്രിപ്പയർ ചെയ്യാണ്. ഹെൽപ്പ് ദം പ്രിപ്പയർ ദ നോട്ടീസ്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ അവളെ സഹായിക്കാനാണ് അല്ലേ. ഓക്കെ, ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്, ന്യൂ സ്കൂൾ ഓഡിറ്റോറിയം, ദെൻ ഡേറ്റ് 3rd September 2025, ദെൻ ടൈം AM, ചീഫ് ഗസ്റ്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ. ന്യൂ പറഞ്ഞ എന്താണ് കൂട്ടുകാരെ, പ്ലേസ് അല്ലേ, എവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നതെന്നാണ് അല്ലേ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടീസിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഇതിപ്പോൾ നോക്കൂ, നോട്ടീസ് എന്ന് ഫസ്റ്റ് എഴുതുക, ദെൻ സ്കൂൾ ബുക്ക് ഫെയർ, ABC സ്കൂൾ ബാംഗ്ലൂർ, ദെൻ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ എഴുതാവുന്നതാണ്. ഓൺ 3rd September 2025, ദെൻ ടൈം എഴുതുക at 10 AM, ദ ന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. ദെൻ എന്ത് എഴുതാം, യെസ് ഡിയർ ഫ്രണ്ട്സ്, വി ആർ ഹാപ്പി ടു അനൗൺസ് ദാറ്റ് the school is hosting a book fair. The event will be inaugurated by our chief guest, the municipal chairperson. Then all teachers and students are invited to attend the inauguration ceremony. Let's make this book fair a memorable event. Then എഴുതാം place Bangalore, then date 10 August 2025. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതുക. Then school leader ABC school. അപ്പം എന്ത് ചെയ്യാം, യെസ് നിങ്ങൾക്ക് ഇതുപോലൊരു നോട്ടീസ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് നോക്കൂ, ആക്ടിവിറ്റി 5 എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് ആണ് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, ദ മേജർ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ. ഈ സ്റ്റോറിയിൽ മേജർ ഇവൻറ്റ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഓരോന്ന് താഴെ നമ്മൾ എഴുതണം അല്ലേ, അത് എന്തൊക്കെയാണെന്ന്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. എന്താണ്, ഒരു അമ്മയും പെൺകുട്ടിയും കൂടി സ്കൂട്ടിയിൽ പോകുന്നതാണല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, മദർ ആൻഡ് ഹെർ ഡോട്ടർ ആർ റൈഡിങ് സ്കൂട്ടർ ഓൺ ദ റോഡ്. ഡോട്ടർ എവിടെ ഇരിക്കുന്നത്, യെസ് ദ ഡോട്ടർ ഈസ് സിറ്റിംഗ് ബിഹൈൻഡ് ദ മദർ ഹോൾഡിങ് ഹെർ സ്കൂൾ ബാഗ്. അവളുടെ ബാഗ് പിടിച്ചുകൊണ്ട്, സ്കൂൾ ബാഗ് പിടിച്ചുകൊണ്ട് അമ്മയുടെ പിറകിൽ, വണ്ടിയുടെ പിറകിലായിട്ട് ആ പെൺകുട്ടി ഇരിക്കുന്നുണ്ട് അല്ലേ, അവരുടെ മകളെ ഇരിക്കുന്നുണ്ട്. ദെൻ സെക്കൻഡ് പിക്ചർ നോക്കൂ, ദേ സീ 2 boys falling off bicycle. അവരെന്താ കാണുന്നത്, രണ്ട് ആൺകുട്ടികൾ ബൈസിക്കിളിൽ നിന്ന് വീണ് കിടക്കുന്നത് കാണുക അല്ലേ. ദ മദർ സ്റ്റോപ്പ് ദ സ്കൂട്ടർ ക്വിക്ക്ലി ടു ഹെൽപ്പ് ദം. അപ്പം അമ്മ എന്താ ചെയ്യണത്, അവിടെ നിർത്തിയിട്ട്, സ്കൂട്ടർ നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ അവരെ സഹായിക്കുന്ന ഒരു സീനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ താഴെ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് തേർഡ് പിക്ചർ നോക്കൂ. തേർഡ് പിക്ചറിൽ നമുക്ക് എന്ത് എഴുതാം, യെസ് the mother and the girl run to the boys. The boy is badly hurt. The mother checks him while the girl looks. Yes, the next picture എന്താണ്, an ambulance arrives. The boy is taken on a stretcher for treatment. The mother and girl watch with care and concern. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കില്ല നിങ്ങൾക്ക് നാളെ വരിക. അപ്പോൾ വേറെ എന്തെങ്കിലും പിക്ചർ തന്നിട്ട് അതിന് താഴെ എഴുതാനായിരിക്കും. ഓക്കെ, നമുക്ക് വേർഡ് പസിൽ നോക്കാം. കംപ്ലീറ്റ് ദ വേർഡ് പസിൽ. ലുക്ക് അറ്റ് ദ ഹിൻസ് ഗിവൺ ബിലോ. വൺ ഈസ് ഡൺ ഫോർ യു. അപ്പോൾ നോക്കൂ, പീപ്പിൾ ഹൂ ഫൈറ്റ്സ് ഫയേഴ്സ്. ആരാണ് കൂട്ടുകാരെ, ഫയർമാൻ ആണ് അല്ലേ. ദെൻ ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഫിയർലെസ്, ഏതാണ്, ബ്രേവറി അല്ലേ. ടു ആസ്ക് ഹംബ്ലി ഫോർ സംതിങ്, എന്താണ്, ബെഗ് ആണ് അല്ലേ വരിക. ടു കംഫർട്ട് സമ്മൺ, ആരെങ്കിലും നമ്മൾ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വേണം, എന്താണ്, കൺസോൾ അല്ലേ. ദെൻ അർജന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും, എമർജൻസി. ദെൻ ഇൻ എ ഫോറിൻ കൺട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും കൂട്ടുകാരെ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. എല്ലാത്തിൻ്റെയും ആൻസർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.